കോക്കോയുടെ ഷെഡിങ്ങിൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള ഫീഡിങ്ങിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കുറേ ദിവസമായിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. വല്ലാണ്ട് അതിൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞു, അങ്ങ് വല്ലാതെ ടയേർഡായി കിടക്കുമായിരുന്നു കോക്കോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഷെഡിങ് കംപ്ലീറ്റ് ആയിട്ട് നടന്നു. ഭയങ്കരമായിട്ട് ആക്റ്റീവായി, ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങി. കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അയ്യോ, എന്നെ പറ്റി ഷെഡിങ് ടൈമിൽ ഇങ്ങനെ ആണെന്ന് അറിയാമെങ്കിലും നമുക്കെന്തോ ഒരു വിഷമമായിരുന്നു. പക്ഷേ നല്ല സ്കിന്നൊക്കെ പോയി കേട്ടോ. പുതിയ സ്കിന്നൊക്കെ വന്നു. നല്ല അടിപൊളി സ്കിന്നാണ്. നല്ല ബ്രൈറ്റായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി കൊക്കോ ഒന്നുകൂടെ ആക്റ്റീവായിട്ടുണ്ട്. കൊക്കോയുടെ കയ്യിൽ കിട്ടിയ ഫുഡിൻ്റെ, അതായത് എലിക്കുട്ടൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ആർക്കും വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഫുഡിന് വിശപ്പിന് വേണ്ടിയിട്ടല്ലാതെ നമ്മളതിന് എന്ത് കൊടുത്താലും ഇത് കഴിക്കാറില്ല. നമ്മൾ ഇട്ട് കൊടുത്താൽ തന്നെ അത് വെറുതെ അവിടെ ഇട്ടിരിക്കുന്നതല്ലാതെ അത് ഒന്നും ചെയ്യത്തില്ല, ഉപദ്രവിക്കാറേ ഇല്ല. അതേസമയം നമ്മൾ ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്ന പോലെ ഒക്കെ വിശപ്പിന് വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് എൻ്റെ സ്കിന്നിൻ്റെ പീൽ ഓഫ് ആയിപ്പോയ സ്കിന്നാണ് വൈറ്റിഷ് കളറി അവിടെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ എലിക്കുട്ടൻ്റെ 2 കാലും ഒക്കെ കാണാം. വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ചോദിക്കുന്നവരുണ്ട്, അയ്യോ ഇതിനെ എങ്ങനെ വീഡിയോസ് എടുക്കാൻ തോന്നും, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും. പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞു, ഇന്ന് എന്നാ കറിയായിരുന്നു എന്ന് ചോദിച്ചാൽ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നത്. അപ്പം അതുപോലെ ഉള്ളൂ. വിശപ്പിന് വേണ്ടിയാണ്. വിശപ്പില്ലാത്ത സമയത്ത് അത് ഉപദ്രവിക്കാറില്ല. അപ്പം നമ്മളുടെ കോക്കോ ഭയങ്കരമായിട്ട് ആക്റ്റീവായി മാത്രമല്ല നല്ല സൂപ്പർ സ്കിന്ന് വന്നു. അത് ആ സ്കിന്ന് പീൽ ഓഫ് ആവുകയും ഫുഡ് കഴിക്കുക എല്ലാം കൂടെ. കാരണം 5-6 ദിവസമായിട്ട് ഫുഡൊന്നും എടുക്കുന്നില്ലായിരുന്നു. വീക്ക്ലി ട്വൈസൊക്കെ ഫുഡ് കഴിക്കാറുള്ളൂ. എങ്കിലും 1 വീക്ക് അടുപ്പിച്ച് ഫുഡ് എടുക്കുന്നത് ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര ടയേർഡായ പോലെയും ഒക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും ആക്റ്റീവായി നമ്മളത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ നല്ല പോളിഷിങ്ങായി, നല്ല വൃത്തിയുള്ള ഒരു ജീവിയാണ് ഈ സ്നേക്സ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരു 28 ഡേയ്സൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഷെഡിങ് നടക്കും. ആ ഷെഡിങ് ടൈം പറയുമ്പോൾ ആ സ്കിന്ന് പോവുകയാണ്, പുതിയ സ്കിന്ന് വരുവാണ്. ആ ഒരു ടൈമിൽ, ആ ഷെഡിങ്ങിന് അടുപ്പിച്ചുള്ള ടൈമിൽ ഇവർ ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളവരെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കണ്ണൊക്കെ വെള്ള നിറത്തിലാവുകയും സ്കിൻ കളറ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയൊക്കെ ചെയ്യും. അപ്പം കോക്കോയ്ക്ക് അതുപോലെ തന്നെ ആയിരുന്നു. കൊക്കോയുടെ കളറൊക്കെ ഭയങ്കരമായിട്ട് പോയി. കണ്ണ് ഭയങ്കരമായിട്ടൊരു ഗ്രേ ഷെയ്ഡും അല്ല, വൈറ്റ് ഷെയ്ഡും അല്ലാത്തൊരു ഷെയ്ഡിലോട്ട് കണ്ണൊക്കെ പോയി. നമ്മൾ എടുത്താൽ തന്നെ വെയിറ്റൊന്നും ഇല്ലായിരുന്നു. കാരണം നല്ല ആക്റ്റീവായിട്ടിരുന്ന ആൾ പെട്ടെന്നങ്ങ് ഡൗൺ ആയിപ്പോയി. അതേസമയം ഷെഡിങ് കഴിഞ്ഞ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം പുള്ളി പെതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോക്കോയുടെ വാ എത്രത്തോളം വലുതായിട്ട് തുറക്കുമെന്ന് നമ്മൾ ഇത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൈത്തനല്ലേ, പൈത്തൻ എല്ലാ പൈത്തൻസിനെ പോലെ ആ കൊക്കോ വലിയ മുഴുവനായിട്ടും വിഴുങ്ങി ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ വളരെ എന്താ പറയുന്നത്, അതിൻ്റെ മൗത്ത് പോർഷൻ കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതാണെന്ന് തോന്നും. പക്ഷെ ഫുഡ് എടുക്കുന്ന ടൈമിൽ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് അത് വലിയ സൈസിൽ ഓപ്പൺ ആവും. അങ്ങനെയാണ് ആ ഒരു ഫുഡും കാര്യം. ഇനിയിപ്പോൾ ഈ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അടുത്ത നെക്സ്റ്റ് ടൈം എപ്പോഴാണോ വിശപ്പ് അല്ലെങ്കിൽ അതിൻ്റെ മോശം പോകുന്ന ആ ടൈമിൽ പിന്നീട് ഫുഡ് കഴിക്കാറുള്ളൂ. നമ്മളല്ലാതെ ഇട്ട് കൊടുത്താൽ വെറുതെ കൊടുക്കാമെന്നേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം വെച്ച് കൊടുത്താൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കിടന്ന് ചിലപ്പം ചില ടൈമിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇടും. കാരണം വെള്ളത്തിലിങ്ങനെ ഒതുങ്ങിയിരിക്കാനും തണുപ്പ് പറ്റിയിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കോക്കോയ്ക്ക്. അപ്പോൾ കോക്കോ നമ്മളൊരു ബൗളിൽ ഒരു ചെടി ഒക്കെ വെച്ച് ചെറിയൊരു പോർഷൻ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കോക്കോ പക്ഷേ എന്നാ ചെയ്യുന്നത് വെച്ചാൽ കോക്കോ അതിൻ്റെ അകത്ത് ഇറങ്ങി ഇരിക്കാറാണ് പതിവ്. അതുകൊണ്ട് നമ്മൾ മാറ്റി. കാരണം സ്നേക്സിനാണേലും പനിയൊക്കെ പിടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്ത് അത് മാറ്റി വെച്ചു. അപ്പം ഇതിന് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പനിയൊക്കെ വന്ന്. അപ്പോൾ നമ്മുടെ എലിക്കുട്ടൻ്റെ വാലും കൂടെ ഉള്ളൂ ഇനി കോക്കോയുടെ വായിലേക്ക് പോകാൻ. ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേക്സിനെ നമ്മൾ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കെയർ ചെയ്യാനുണ്ട് കേട്ടോ. അതായത് ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും
അതുപോലെ തന്നെ പനി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനും ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ചീറ്റുന്ന പോലൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചീറ്റുക എന്നല്ല, അപ്പോൾ അത് ഇൻഫെക്ഷൻസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിതിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം അതിന് എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ കെയർലെസ് ആണെങ്കിൽ, കാരണം നമ്മൾ പെറ്റായിട്ട് വളർത്തുന്നതല്ലേ, അപ്പം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് പോയാലേ എന്താ പറയുന്നത് അതിനെ നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊക്കോ ഫുഡ് കഴിച്ച് തീരാറായിരിക്കുകയാണ്. കൊക്കോ ആക്റ്റീവായി, കാരണം ഇത്രയും ദിവസം അനങ്ങുന്നൊന്നുമില്ലായിരുന്നു. നമ്മളെടുത്താൽ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ. അപ്പം നമ്മളതിനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യത്തില്ലായിരുന്നു, കാരണം നമുക്കറിയാമായിരുന്നു എൻ്റെ ഷെഡിങ് ആണെന്ന്. അതിൻ്റെ സ്കിന്ന് പീൽ ഓഫ് ആയി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ കൊക്കോയുടെ ഷെഡിങ് ടൈമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൊക്കോയുടെ വീടൊക്കെ ഞങ്ങളൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഷെഡിങ് ടൈമിലാണെങ്കിലും ഇത് സ്കിന്നിങ്ങനെ ഒരച്ച് ഇതാക്കിയാണ് കളയുന്നത്, അതൊന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊന്ന് ചുറ്റിയിരിക്കാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊക്കോയുടെ വീട്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കൊക്കോയെ എപ്പോഴും കെയർ ചെയ്യുന്നത് ആദിലിക്കാണ്. അപ്പം കൊക്കോയുടെ വീടൊക്കെ സെറ്റ് ചെയ്ത് കൊക്കോയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് കൊക്കോയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആദിലിക്ക തന്നെയാണ്. എപ്പോഴും അതിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ കെയർ എടുക്കുന്നതും ചെയ്യുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ആദിലിക്കാണ്. അത് ഇതേപോലെ നിന്ന് നോക്കി നിൽക്കും. അപ്പം കൊക്കോ ഫുഡ് കഴിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. മീൻസ് ഇത്രയും ദിവസം ഫുഡ് കഴിക്കായിരുന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ടെൻഷനായിരുന്നു. ആ ടെൻഷനൊക്കെ മാറി അത് ഫുഡ് കഴിച്ചിട്ടാണ് പുള്ളി നല്ല ആക്റ്റീവായിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓടാനല്ല, പുറത്തേക്കൊക്കെ നമ്മൾ നോർമലി അതിനെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം അത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാൻ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു. സാധാരണ നമുക്കൊരു വയ്യാഴിയൊക്കെ വന്ന് നമ്മൾ കിടക്കുമല്ലോ നോർമലി, ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഇപ്പം എന്താണ്ട് നന്നായിട്ട് ഓടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ഈ ഷെഡിങ് ടൈം ആയതുകൊണ്ട് അതിനെ റെസ്റ്റ് ചെയ്യാൻ വിട്ടേക്കുമായിരുന്നു. അല്ലെങ്കിൽ തന്നെയും നമ്മളെപ്പോഴും ഇങ്ങനെ കയ്യിലെടുത്ത് ഇതാക്കിക്കൊണ്ടിരിക്കാതെ അതിനായിട്ടൊന്ന് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. ചില നമുക്ക് ടൈം കിട്ടുമ്പോഴും എടുക്കുമ്പോഴും, അതുപോലെ നമ്മളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരണമെങ്കിൽ നമ്മളതിനെ എടുക്കുകയൊക്കെ ചെയ്യണം. എടുക്കാതിരുന്നാൽ എന്താ പറയുമ്പം അത് നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പരിചയം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്നത് അതിനെ സ്നേഹം കൊണ്ടാണെന്നുള്ളൊരു പരിചയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അതിനെ ഇടയ്ക്ക് എടുക്കുന്നത്. അല്ലാതെ പെട്ടെന്ന്, കാരണം ഇതൊക്കെ പെട്ടെന്ന് വളർന്ന് വലുതാവും. നമ്മൾ എടുക്കാതിരുന്നാൽ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം നമ്മളെ അത് ബൈറ്റ് ചെയ്യും. നമ്മുടെ പെറ്റായതുകൊണ്ട് തന്നെ നമുക്കതിപ്പം ബൈറ്റ് ചെയ്താൽ തന്നെ ഒന്നും സംഭവിക്കത്തില്ല. എങ്കിൽ പോലും പേടിച്ചിട്ടാണ് സ്നേക്സ് നമ്മളെ ബൈറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്കപ്പോഴും നമ്മളോട് പരിചയം ഉള്ളത് കൊണ്ടും അതിനെ നമ്മൾ എടുക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അതിനെ നീറ്റാക്കി കൊടുക്കുന്ന ആ ഒരു പരിചയം എപ്പോഴും നിൽക്കും. അപ്പം വലുതായാലും നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ പോകും. ഉപദ്രവിച്ചാലും നമുക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ കൊക്കോയുടെ വീടൊക്കെ വേണ്ട അതിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കൊക്കോയ്ക്ക് ഇരിക്കാനായിട്ടൊരു സെറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം കൊക്കോ വേണ്ട ഹാപ്പി ആയിട്ട് അതുവഴി ഇതുവഴിയൊക്കെ ഓടി നടക്കുന്നുണ്ട്. കൊക്കോയുടെ ഫാൻസൊക്കെ കൊക്കോയെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ കൊക്കോ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിക്കളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ കൊക്കോ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി.